Hello friends, welcome to Kitchen Delites. ഇന്ന് ഞാൻ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നല്ല സ്ട്രോങ് ഫ്ലേവർ ഒക്കെ ഉള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. അതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് 4 വലിയ തേങ്ങ ചിരവിയതാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറേ കാലം കേടുകൂടാതിരിക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കാനായിട്ട് സാധിക്കും. ഇതിനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 3 കപ്പ് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കുറച്ചധികം കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ തേങ്ങ എല്ലാ ഭാഗത്തും ഒരേപോലെ മൂത്ത് വരത്തുള്ളൂ. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറാവാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കും കേട്ടോ. പക്ഷേ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. അതുകൊണ്ട് നമ്മൾ ഇനി കുറച്ച് ശ്രദ്ധിച്ച് വേണം ഇരിക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ മുളകിൻ്റെ ഞെട്ടൊന്നും ഞാൻ നേരത്തെ പറിച്ച് കളഞ്ഞിട്ടില്ലായിരുന്നു. അത് ഞാനിപ്പോൾ പറിച്ച് കളയുവാണ്. ഇത് നേരത്തെ തന്നെ പറിച്ച് കളയാതിരിക്കുവാണെങ്കിൽ ഈ മുളക് മൂത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചുമയും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചധികം തേങ്ങയുള്ളതുകൊണ്ട് കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് പിന്നീട് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളി, കുരുവൊക്കെ കളഞ്ഞു വെച്ചതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. പൊടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഒരു സ്പൂണും കൊണ്ട് ഇളക്കി കൊടുക്കുക. പൊടിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആക്കാനായിട്ട് നിൽക്കരുത്. അറിയാലോ, ഇത് തേങ്ങയാണല്ലോ. അപ്പോൾ ഒരുപാട് അരച്ച് കഴിഞ്ഞാൽ വറുത്തരയുടെയൊക്കെ ഒരു പാകമായി പോകും. അതുകൊണ്ട് ഒരു കോഴ്സായിട്ടുള്ളൊരു പൗഡറായിട്ടാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഒരു 5 to 6 ബാച്ചസ് ആയിട്ടാണ് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ, കുറച്ചധികം ഉള്ളതുകൊണ്ട്. ഇത് ഫുള്ള് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ആ ഉരുളിയിലോട്ട് തന്നെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പല ബാച്ചായിട്ടാണല്ലോ നമ്മൾ പൊടിച്ചെടുത്തത്. അതുകൊണ്ട് പുളിയും ഉപ്പും ഒക്കെ ഓരോ സ്ഥലത്തും കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് യൂണിഫോം ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും ഒഴിവാക്കരുത്. നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മിക്സിങ്ങും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതിനി ചില്ലിൻ്റെ ഭരണിക്കകത്തിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്